നിലവിൽ ചത്താപ്പച്ച എന്ന സിനിമ ഒരു പൊട്ടപ്പടമാണെന്ന് പറയാൻ കേരളത്തിൽ ധൈര്യമുള്ള ഞാൻ മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ഒരു സത്യം കൂടി എനിക്ക് വെളിപ്പെടുത്താനുണ്ട്. ഇതുവരെ നമ്മുടെ ചാനലിൽ 71 സബ്സ്ക്രൈബേഴ്സായി. അതായത് നമ്മൾ 71 പേരടങ്ങുന്ന ഒരു കുടുംബമായി മാറി. എല്ലാവർക്കും നന്ദി. ചത്താപ്പച്ച ഇന്ന് രാവിലെ 10 മണിക്ക് ഷേണായ്സിൽ പോയി സിനിമ കണ്ട്. കാത്തിരുന്ന സിനിമ. എന്തോ ഭാഗ്യത്തിന് എനിക്കിന്ന് കറക്റ്റ് ഓഫും കിട്ടി. രാവിലെ തന്നെ പോയി. അല്ലെങ്കിലും കാണാൻ ഞാൻ, അത് വേറെ കാര്യം. അപ്പോൾ ചത്താപ്പച്ച എന്ന സിനിമയെ പറ്റി പറയുമ്പോൾ നമ്മുടെ അർജുൻ അശോകൻ, റോഷൻ മാത്യു, ഇഷാൻ ഷൗക്കത്ത്, പിന്നെ അദ്വൈത് നായർ എൻ്റെ സംവിധായകൻ, പിന്നെ തെസ്നികാനൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ക്യാമിയോ റോളിൽ എത്തുന്ന, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഹൈപ്പ് കിട്ടിയതൊരു സിനിമ, ആ ഒരു വലിയ രീതിയിലുള്ളൊരു ഓളം സൃഷ്ടിക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മമ്മൂക്കയുടെ ക്യാമിയോ റോളിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ക്യാമിയോ റോൾ തരംഗം ഇപ്പോൾ പല സിനിമകളിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ സിനിമ കാണുന്നതിന് മുമ്പ് ഇതിനെ 2 പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റും. അതായത് WWE റെസ്ലിംഗ് കണ്ടവരാണെങ്കിൽ 90 കിഡ്സ്, അല്ലെങ്കിൽ അമേരിക്കൻ പോപ്പുലർ ഷോ ആയ ആ ഷോ കണ്ടവരുണ്ടെങ്കിൽ, അത് കാണാതെ സിനിമക്ക് പോയവരുണ്ടെങ്കിൽ, ഈ 2 പെർസ്പെക്റ്റീവും വ്യത്യാസം ഉണ്ടാവും. 2 കാഴ്ചപ്പാടിലായിരിക്കും ഈ സിനിമ കണ്ടിരിക്കുന്നത്. 90 കിഡ്സ്, ഞാൻ ഒരു 90 കിഡ്സാണ്. എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർസ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കർ, സെവാഗ്. പിന്നെ ഞങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയുന്നൊരു പേരാണ് ബിഗ് ഷോ, അണ്ടർടേക്കർ, കെയ്ൻ, പിന്നെ നമ്മുടെ ബ്രോക്ക് ലെസ്നർ, കേർട്ടാങ്കിൾ, എഡ്ഡി ഗുർറോ, റെയ് മിസ്റ്റീരിയോ, ഇഷ്ടം പോലെ ലെജൻസ് സൂപ്പർ സ്റ്റാർസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ കളിച്ചിരുന്ന കാർഡ് WWE റോയുടെയും പിന്നെ ക്രിക്കറ്റ് കാർഡും, ഇതായിരുന്നു ഞങ്ങളുടെ ലോകം. അല്ലെന്ന് പറയട്ടെ, 90 കിഡ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലെന്ന് പറ. അതായിരുന്നു നമ്മുടെ ലോകം. നിങ്ങൾക്കറിയാം, നമുക്ക് ദൂരദർശൻ കഴിഞ്ഞ് നമ്മൾ കേബിൾ കിട്ടി, നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട, അല്ലെങ്കിൽ നമ്മൾ സമയം ചെലവഴിച്ചത് ഏതിനെങ്കിലും ആണെങ്കിൽ അത് ഈ ഒരു സംഭവത്തിനായിരിക്കും. അല്ലേ ശരിയല്ല ഞാൻ പറഞ്ഞത്? 5 മണിക്ക് എന്തോ ആണെന്ന് തോന്നുന്നു സ്റ്റാർ സ്പോർട്സിൽ ഈ സാധനം വരുമ്പോൾ. അപ്പോൾ എൻ്റെ വീട്ടിൽ ദൂരദർശൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വേറെ വീട്ടിൽ പോകും ഈ സാധനം കാണാൻ. അപ്പോൾ അവിടെ പോയിരുന്ന എല്ലാ പിള്ളേരും കൂടി വാതിലൊക്കെ തുറന്നിട്ട് അവരുടെ ഈ വീടിന് മുമ്പിൽ ഇത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അവസാനം അവർ വാലടക്കുമ്പോഴാണ് നമ്മൾ വീട്ടിൽ പോകുന്നത്. ആ ഒരു സംഭവമുണ്ട്. അപ്പോൾ അത്രത്തോളം റെസ്ലിംഗ് ഈ നെഞ്ചിൽ കൊണ്ടു നടന്നിരുന്ന കാലം. അപ്പോൾ ഈ എഴുത്തുകാരൻ അത്തരമൊരു ഘട്ടത്തിലൂടെ, ഈ ഒരു നൊസ്റ്റാൾജിക് അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകളിലൂടെ കടന്നു വന്നിരിക്കുന്ന ആളാവണം. കാരണം ഈ സിനിമയിൽ ഒരുപാട് പേരുടെ കുട്ടിക്കാലം കാണിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ഈ നമ്മുടെ ചെറുപ്പം ഓർമ്മ വരും. എനിക്കറിയാം, ഈ റെസ്ലിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തു പോയിട്ടൊരു ഇടിയുണ്ട്. ആ ഒരു കാലഘട്ടം ഞാനിപ്പോൾ ഓർത്തു പോണേ. അത് കഴിഞ്ഞ് ഈ ഉപ്പകണ്ടം പ്രദേശമൊക്കെ, അല്ലെങ്കിൽ ഇടിപ്പടങ്ങൾ, ബാബുമോഹനുടെയും മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയൊക്കെ സിനിമ കഴിഞ്ഞിട്ട് ഞങ്ങൾ മുറ്റത്ത് പോയി കിടക്കുന്ന ഇടി, ആ ഒരു ഓർമ്മകളൊക്കെ ഈ ഒരു സിനിമയിൽ നമ്മളൊരു നൊസ്റ്റാൾജിക് മൈൻഡിൽ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. എല്ലാവരുടെയും ഒരു നൊസ്റ്റാൾജിയ ആണ് ഈ സിനിമ. ആ ഒരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ആ ഒരു സൈക്കോളജി സംവിധായകനോ അല്ലെങ്കിൽ എഴുത്തുകാരനും, ഈ പ്രത്യേകിച്ച് അർജുൻ അശോക്, റോഷൻ മാത്യു പോലും ആ ഒരു മൈൻഡ് സെറ്റ് ആളുകൾക്ക്, ഓഡിയൻസിന് ഈ ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലായിരിക്കണം ഇതിൻ്റെ പ്ലോട്ട് അവർ കൊണ്ടുവരിക്കുന്നത്. ആ കാര്യം എനിക്ക് ഷുവറാണ്. ഒരു നൊസ്റ്റാൾജിക് മൈൻഡ്, അതെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ സാധിക്കണം. പ്രത്യേകിച്ച് 90 കിഡ്സിന് റിലേറ്റ് ചെയ്യാൻ സാധിക്കണം. ഇപ്പോഴത്തെ പിള്ളേർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ഈ ഒരു കഥയുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ട് അവരിതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, അർജുൻ അശോകൻ 100 ചോദിച്ചാൽ 150 വരും. റോഷൻ മാത്യു 100 ചോദിച്ചാൽ 200 വരും. ഇഷാൻ ഷൗക്കത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തെസ്നികാനുണ്ട്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ക്യാമിയോ റോളിൽ വരുന്നുണ്ട്. എല്ലാം പറയാം. അതേപോലെ കോ ആക്ടേഴ്സൊക്കെ ഉണ്ട്. എല്ലാവരും അവരുടെ പെർഫോമൻസ് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സംവിധാനം, ഇതിൻ്റെ ക്യാമറ, ഇതിൻ്റെ എഡിറ്റിംഗ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അത് ഞാനിപ്പോൾ ഇത്തിരി ശബ്ദത്തിൽ പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല. തിയേറ്റർ വെറുതെ കുലുക്കി കളഞ്ഞ്. വളരെ നല്ല രീതിയിലുള്ള ഒരു ശബ്ദവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ സിനിമ ABCDEFG വരെ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ ഒരു ലീനിയറായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് പഴയ കാര്യങ്ങൾ ഒരു 1-2 സീനിൽ പഴയ കാര്യങ്ങൾ പോകുമ്പോഴും ആ സിനിമേനെ വളരെ എൻഗേജിങ് ആക്കിയിരുന്നത്, ആ സീനുകളെ എൻഗേജിങ് ആക്കിയിരുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. തകർപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം എഡിറ്റിങ്ങും സ്റ്റണ്ടും. ഈ ഒരു സ്റ്റണ്ടിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് പറയാതെ പോകേണ്ടത്തൊരു കാര്യം, സിനിമയ്ക്ക് വേണ്ടി ഒന്മാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കൈ ഒടിഞ്ഞുണ്ടാവും, കാലൊടിഞ്ഞുണ്ടാവും, തല പൊട്ടിയുണ്ടാവും. അപ്പോൾ ഈ ഒരു ശ്രമങ്ങളെ, ഈ ഒരു പരിശ്രമത്തെ നമ്മൾ വെറുതെ ഈ ഒരു സിനിമ എന്ന റിവ്യൂ എന്നുള്ള രീതിയിൽ മാത്രം പറയാതെ ഇവരുടെ പരിശ്രമങ്ങളെ,
അതായത് നമുക്കറിയാം, നമുക്കിപ്പോൾ അവിടെ ചിരഞ്ജീവി മറ്റ് സൂപ്പർ സ്റ്റാറുകളൊക്കെ ടെക്നോളജി കൊണ്ട് സ്റ്റണ്ടുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടുത്തെ മലയാളി ആളുകൾ അല്ലെങ്കിൽ മലയാളി നമ്മുടെ യുവ താരങ്ങൾ അവരുടെ കഷ്ടപ്പാട്, അവരുടെ ശരീരം കൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള വലിയ വീഡിയോകൾ അല്ല ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ ചെയ്യുന്നത്. അത് കണ്ടാൽ നമുക്കറിയാൻ പറ്റും, ഷൂട്ടിംഗ് കണ്ടാൽ നമുക്കറിയാൻ പറ്റും. ഒരുപാട് കഷ്ടപ്പാടുകൾ അവർ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇത്തരം രംഗങ്ങളിലൊക്കെ അവർ അഭിനയിക്കുന്നത്. അതിന് കയ്യടി കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ വലിയൊരു ഫ്രഷ് സബ്ജക്റ്റുകൾ, ഇതുപോലുള്ള സബ്ജക്റ്റുകൾ കൊണ്ടുവരാൻ മലയാള സിനിമയെ കഴിഞ്ഞിട്ടുള്ള മറ്റു ഭാഷാ സിനിമകളെന്ന് നമുക്ക് ആണയിട്ട് അടിവരയിട്ട് പറയാൻ പറ്റും. അപ്പോൾ അർജുൻ അശോകൻ്റെ പെർഫോമൻസ്, റോഷൻ മാത്യുവിൻ്റെ പെർഫോമൻസ്, ഇവരെല്ലാവരും ഭാവി താരങ്ങളാണ് എന്നുള്ളതിൻ്റെ ഒരു ഇതുകൂടിയാണ് ഈ സിനിമ. കാരണം നല്ല രീതിയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് റോഷൻ മാത്യു ഒക്കെ ഒരു സിനിമയെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരു താരമായിട്ട് പുള്ളിയുടെ അഭിനയം മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല അർജുൻ അശോകൻ, ഇഷാൻ ഷൗക്കത്ത്, അങ്ങനെയുള്ള താരങ്ങളൊക്കെ. പിന്നെ നമുക്കറിയാവുന്നത് മമ്മൂക്കയുടെ ഒരു അഭിനയമായിരിക്കണം, അത് ഞാൻ പറയാം. അതിനു മുമ്പ് ഈ സിനിമയുടെ ഒരു എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്, ഇപ്പം എൻ്റെ ഇഷ്ടക്കേടും എൻ്റെ ഇഷ്ടങ്ങളും മറ്റുള്ളവർക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്നാലും എനിക്ക് തോന്നിയത്, ഞാനൊരു വേറൊരു മൈൻഡ് സെറ്റിലാണ് ഈ സിനിമ തിയേറ്ററിൽ കയറി. ഇനി അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഈ സിനിമയുടെ ഒരു ഇമോഷൻ സൈഡ്, ഇമോഷൻ ഉണ്ട്, കോമഡി ഉണ്ട്, സ്റ്റണ്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതിന് ഒരു ഇമോഷൻ കണക്ഷൻ, അതായത് ഓഡിയൻസിന് ഈ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഒരു ഇമോഷൻ കണക്ഷൻ ഉണ്ട്. അത് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ടാവും, ഈ ഒരു പഴയൊരു നൊസ്റ്റാൾജിയൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഈ ഓഡിയൻസും ഈ ക്യാരക്ടേഴ്സും തമ്മിലുള്ള ഇമോഷൻ കണക്ഷൻസിന് പുറമെ ക്യാരക്ടേഴ്സും തമ്മിലുള്ള ഒരു ഇമോഷൻ കണക്ഷൻ നമുക്ക് എവിടെയോ മിസ്സായി പോകുന്നു. അത് കഥയുടെ കുഴപ്പമായിരിക്കാം. അപ്പോൾ എവിടെയോ എനിക്ക് ഒരു മിസ്മാച്ച് തോന്നി. അത് ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കും, എൻ്റെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമായിരിക്കും, അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ വിശാഖ് നായർ, നമുക്കറിയാം നമ്മുടെ മറ്റേ കുഞ്ചാക്കോൻ്റെ സിനിമയിലൊക്കെ അവർ നല്ല കിടിലനായിട്ട് ചെയ്താണ് പുള്ളി. പക്ഷെ പുള്ളിയുടെ ഈ ക്യാരക്ടർ എവിടെയോ സന്ദർഭമായിട്ടൊക്കെ പുള്ളി പക്കയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എവിടെയോ ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. നമുക്ക് എവിടെയോ ഒരു ഇഷ്ടപ്പെടായിക എനിക്ക് ഫീൽ ചെയ്ത്. പക്ഷെ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്യാരക്ടർ, പുള്ളിയുടെ ക്യാരക്ടർ 100% രീതിയിൽ അല്ലെങ്കിൽ 101% കൃത്യമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ സായികുമാർ ഉണ്ട്. സായികുമാർ ഒരു ഡയലോഗ് പോലും പുള്ളിക്കില്ല, വീൽ ചെയറിലിരിക്കുന്നതാണ്. ആ ഒരു ഒന്നുമില്ല പുള്ളിക്ക്. പക്ഷെ പുള്ളിയൊക്കെ വെറുതെ ഇരുന്നാൽ തന്നെ അതൊരു അഭിനയമാണല്ലോ. ആ രീതിയിൽ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോറിയുടെ എവിടെയോ ഒരു മിസ്സായി പോകുന്നുണ്ട്. എവിടെയോ ഒരു കണക്ഷനില്ലായ്മ, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ബോണ്ടിങ്, ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഇമോഷണൽ ബോണ്ടിങ്, ഓഡിയൻസ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ്ങും കൂടി വന്നിരുന്നെങ്കിൽ ഇതൊരു വലിയൊരു ഓർമ്മയായി മാറിയത്. പ്രത്യേകിച്ച് ഒരു പറവ പോലെയൊക്കെയാണ് ഇതിൻ്റെ നറേഷൻ ആദ്യം വരുന്നത്. കുട്ടികളുടെ ഒരു കഥ, മട്ടാഞ്ചേരി ഈ ഫോട്ടോജി ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ പറവ എ ആണ് പറവ ബി, ആ രീതിയിൽ പോകേണ്ട സിനിമ. പക്ഷേ എവിടെയോ വെച്ച് ഒരു പ്ലോട്ട്, ഒരു കണ്ടൻറ്റ്, ഒരു ചേഞ്ച് വന്ന് അത് സെക്കൻഡ് ഗിയർ ഇട്ട് വേറെ വഴിക്ക് പോയി എന്നുള്ളതാണ് വാസ്തവം. പിന്നെ മമ്മൂക്കയുടെ ക്യാമിയോ റോള്, ആ ക്യാമിയോ റോള് ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ളൊരു ഇതിന് ബൂസ്റ്റപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ആ ക്യാമിയോ റോളിൻ്റെ സ്റ്റോറി എവിടെയോ ഒരു ക്യാമിയോ റോള് റെലവൻ്റ് ആയോ എന്നുള്ളൊരു കാര്യം നമ്മൾ പരിശോധിക്കണം. കാരണം മമ്മൂക്ക അറിയാം, നമുക്ക് മമ്മൂക്കയുടെ ഭീഷ്മ, മമ്മൂക്കയുടെ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമകളെല്ലാം വെറുതെ കിഡിലൻ സിനിമകളാണ്. ബിഗ് ബി, ആ ഒരു റേഞ്ച് വെച്ച് നമ്മൾ ഈ ഒരു ക്യാമിയോ റോൾ നോക്കിയാൽ എവിടെയോ നമുക്കൊരു പാകപ്പിഴ പോലെ വന്നിട്ടുണ്ട്. അത് മമ്മൂക്കയുടെ മാത്രം കുഴപ്പമാണെന്നല്ല ഞാൻ പറയണം. സിനിമയുടെ അവസാനത്തേക്ക് വന്നപ്പോൾ എവിടെയോ ഒരു പ്രശ്നം വന്ന പോലെ, അത് അവരുടെ കുറ്റമായിരിക്കില്ല, അവർ ചിലപ്പോൾ എഴുതി വന്നപ്പോൾ അങ്ങനെ ആയതായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് ഈ ഒരു സിനിമയ്ക്ക് എനിക്ക് തോന്നിയത്. അതെൻ്റെ മാത്രം ചിന്ത അല്ലെങ്കിൽ എൻ്റെ മാത്രം തോന്നലായിരിക്കും. മറ്റുള്ളവർക്ക് അതിനെ ഞാനിപ്പോൾ തിയേറ്റർ റെസ്പോൺസൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ആരും അതിനെപ്പറ്റി അങ്ങനെ പറഞ്ഞു കേട്ടില്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് വേറെ ആൾക്കാരുടെ അഭിപ്രായം നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ എവിടെയോ ഒരു പ്രശ്നം വന്നു. പക്ഷേ സിനിമ കുഴപ്പമില്ല. സിനിമ നമ്മൾ ഇത്തരം ശ്രമങ്ങളെ നമ്മൾ കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല. കാരണം അവർ കഷ്ടപ്പെട്ട് ഇടികൊണ്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൈയടി കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ഏതിനാണ് കൈയടി കൊടുക്കുന്നത്? അപ്പോൾ ആ രീതിയിൽ ചത്തപ്പച്ച, ഈ ടൈറ്റിൽ പോലും പഴയൊരു ദിലീപിൻ്റെ സലീം കുമാറിൻ്റെ സിനിമയിൽ വന്ന കല്യാണരാമനിൽ വന്ന ഒരു ടൈറ്റിലാണിത്. അപ്പോൾ ആ രീതിയിൽ സിനിമ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആ ക്ലൈമാക്സിലും ആ ഒരു ഫസ്റ്റ് ഹാഫ് വരെ എത്തിച്ചിട്ട് പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു ഫുൾ സ്റ്റണ്ട്
കളർഫുള്ളായ സ്റ്റണ്ട്. അത് കഴിഞ്ഞിട്ട് അവസാനത്തേക്ക് എത്തുന്ന ഒരു അത് പറയാൻ എനിക്ക് പറ്റില്ല. ഇനി നല്ല രീതിയിൽ റിവ്യൂ ആണ് ആളുകളൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും. അപ്പോൾ എന്തായാലും ഓവറോൾ സിനിമ കാണാനുണ്ട്. സിനിമ നൊസ്റ്റാൾജിയാണ്, സിനിമ ഓർമ്മയാണ്. പ്രത്യേകിച്ച് WWE കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ഓർമ്മയിലൂടെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കഥാസന്ദർഭങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇത് നല്ല എഫേർട്ട് എടുത്ത് ഇതിന് പ്രത്യേകിച്ച് അദ്വൈത് നായർ പുള്ളിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഡയറക്ടറാണ്. നല്ല ഇതുപോലുള്ള ആക്ഷൻ സിനിമകളൊക്കെ എടുക്കാൻ പറ്റിയ ഡയറക്ടറാണ്. അപ്പോൾ ഇതൊക്കെയാണ് സിനിമയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ സിനിമ ഓവറോൾ നല്ലതാണ്. മമ്മൂക്കയ്ക്ക് എന്തോ ഒരു പുള്ളിയുടെ കുഴപ്പമില്ല, പക്ഷേ കഥയുമായിട്ടൊരു ബന്ധമില്ലാത്ത പോലെ. നമ്മൾ ചിലപ്പോൾ ഓവർ ഹൈപ്പ് ആയതുകൊണ്ടായിരിക്കാം, നമ്മൾ അത്രയും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം, ഒരു ഭീഷ്മ റേഞ്ച്, ഒരു ബിഗ് ബി റേഞ്ചൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം, ഒരു ഡയലോഗ് ഡെലിവറി ഒരു തനി കൊച്ചി സ്റ്റൈൽ കൊടുത്തുകൊണ്ടാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ടാണോ എന്നൊരു ഡൗട്ടുണ്ട്. അത്രയും ഒരു ഇത് കൊടുക്കണ്ടായിരുന്നു പുള്ളിക്ക്. നമ്മുടെ ഭീഷ്മയിലൊക്കെ പക്ഷെ പുള്ളി മാരക പെർഫോമൻസ് കാണിച്ചിട്ട് ഇത് കുറച്ചും കൂടി ഒരു ലോ റേഞ്ചിൽ പിടിച്ചുകൊണ്ടാണോ എന്നറിയില്ല. അതാണോന്നറിയില്ല എനിക്ക്. എന്തായാലും നമുക്ക് കണ്ടറിയാം. സിനിമ എന്തായാലും സക്സസ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് തോന്നിയ പോലെ തന്നെയാണോ നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ 71 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതിന് എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.